ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആര്യയുമൊത്ത് ജർമ്മനിയിലേക്ക്. ഞാനും ആര്യയുമായിട്ട് ജർമ്മനിയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ സമയം വൈകിട്ട് 6:45. ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് രാത്രി 10:15 ട്രിവാൻഡ്രം ബഹ്റിൻ ഫ്ലൈറ്റാണ്. ആര്യ നല്ല ഹാപ്പിയിലാണ് പപ്പയുടെയും മമ്മയുടെയും അടുത്തെത്താനായിട്ട്. ഞാൻ വീൽ ചെയർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഫ്ലൈറ്റിലും ഞങ്ങളാണ് ആദ്യമായിട്ട് കയറിയത്. സീറ്റും വളരെ ഫ്രണ്ടിലായിരുന്നു. വീൽ ചെയർ ഓപ്റ്റ് ചെയ്തത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നി. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ബാഗേജ് ക്ലിയറൻസ് മുതൽ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ എല്ലാത്തിനും നമ്മൾ മുൻപന്തിയിൽ തന്നെ. അതും വീൽ ചെയറിൽ നിന്ന് എണീക്കേ വേണ്ട. പലപ്പോഴും ഞാൻ പറയും, ഞാൻ നടക്കാം, കുഞ്ഞിനെ മാത്രം ഇരുത്തിക്കൊണ്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ പോലും അവരത് സമ്മതിക്കില്ല. മാഡം കൂടി ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അതിൽ ഇരുത്തുമായിരുന്നു. ഇത് ഗൾഫ് എയർ ഫ്ലൈറ്റായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ കഴിച്ചതുകൊണ്ട് ഇപ്പം രാത്രി 11:30 മണിയോളമായി. അതുകൊണ്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. ആര്യയെ ഉറക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്, പക്ഷേ അവൻ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് സീറ്റിൽ അവനെ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുറച്ച് ടോയ്സൊക്കെ കൊണ്ടുവന്നത് അവന് എടുത്തു വെച്ച് അത് കളിക്കുകയാണ്. എന്തായാലും 4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബഹ്റിൻ എയർപോർട്ടിലെത്തി. ബഹ്റിൻ ചെറിയ എയർപോർട്ടാണ്, അതുകൊണ്ട് ആ ഒരു ടെർമിനലിൽ തന്നെയായിരുന്നു ബഹ്റിൻ ഫ്രാങ്ക്ഫർട്ട് ഫ്ലൈറ്റും. അപ്പോൾ വീൽ ചെയർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പെട്ടെന്ന് അതിലും കയറി. ഇപ്പോൾ ഫ്ലൈറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയത് വിൻഡോ സീറ്റാണ്, അതുകൊണ്ട് നല്ല സുഖമാണ് ഇരിക്കാൻ. ആര്യ മിഡിലിൽ ഇരുത്താനും പറ്റി. അടുത്തിരിക്കുന്നത് നല്ലൊരു മനുഷ്യൻ, ജർമ്മൻകാരനാണ്. ഇപ്പോൾ രാത്രി 1:30 മണിയാണ് ബഹ്റിൻ ടൈം. ഇവിടെ നിന്ന് 6.5 മണിക്കൂറോളം ഉണ്ട് ഫ്രാങ്ക്ഫർട്ടിലേക്ക്. ഫ്ലൈറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ആര്യ നല്ല സന്തോഷത്തിലാണ്. രാവിലെ ആകുമ്പോൾ എൻ്റെ പപ്പയെ കാണാമല്ലോ എന്നുള്ളത്. എന്തായാലും വീൽ ചെയർ ഓപ്ഷൻ എടുത്തത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നി. അതും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊന്നും ഈ പ്രായത്തിലുള്ള കുട്ടികൾ അത്രയൊന്നും നടക്കാറില്ല. അപ്പോൾ ഈ സെക്യൂരിറ്റി ചെക്കിങ് തന്നെ കുറേ കാണും. അത് ഒരു ഗേറ്റിൽ നിന്ന് അടുത്ത ഗേറ്റിലോട്ട് 1/4 കിലോമീറ്ററോളം നമ്മൾ നടക്കണം. വീൽ ചെയർ എടുത്തതുകൊണ്ട് നമുക്ക് ഒന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല. അവർ നമ്മളെ സുഖമായിട്ട് കൊണ്ടുപോകും. ആര്യ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ പതുക്കെ പറഞ്ഞാലും അവന് ഉറച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. 3:30 മണിയായിട്ടും ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ട്രിവാൻഡ്രം ബഹ്റിൻ ഫ്ലൈറ്റിൽ ഒരു 1/2 മണിക്കൂറായിരിക്കും അവന് ഉറങ്ങിയിട്ടുള്ളത്. അവൻ തന്നെയാണ് ഇങ്ങനെ മോണിറ്റർ മാറ്റി നോക്കുന്നത്, ഫ്ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഓരോരോ രാജ്യങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കുട്ടികളോട്. ഈ മോണിറ്ററിൽ ഇഷ്ടംപോലെ സിനിമകളും കുട്ടികൾക്ക് കാർട്ടൂണും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ അവൻ അതൊന്നും കാണണ്ട, ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് മാത്രം കണ്ടാൽ മതിയെന്ന് പറയും. അങ്ങനെ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് ഒന്ന് ഉറങ്ങി. ഇപ്പോൾ ഏകദേശം ഫ്രാങ്ക്ഫർട്ടിൽ എത്താറായി. ഇനി കുറച്ച് സമയം കൂടി ഇതിലിരുന്നാൽ മതി. ആര്യ ഇപ്പോൾ ഉറങ്ങുകയാണ്. എനിക്ക് ഫ്ലൈറ്റിൽ ഉറങ്ങാനൊന്നും പറ്റില്ല. വെറുതെ കണ്ണടച്ചിരിക്കാനല്ലാതെ ഒട്ടും തന്നെ ഫ്ലൈറ്റിലായാലും ട്രെയിനിലായാലും ഞാൻ ഉറങ്ങാറേയില്ല. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. ആര്യ കഴിച്ചില്ല. അവനുള്ളത് ഞാൻ ബാഗിലായിട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ട് യാത്ര പോകുമ്പോൾ നമുക്ക് ധാരാളം ഫുഡ് കരുതിയിരിക്കണം. യാത്രയുടെ അവസാനം വരെയും നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിരിക്കണം. കാര്യം ഏത് സമയത്താണ് എന്ത് ഫുഡാണ് ചോദിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ധാരാളം ഫുഡ് അവന് വേണ്ടി പല തരത്തിലുള്ളത് കരുതി വച്ചിട്ടുണ്ട്. അങ്ങനെ 6.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്യുകയാണ്. ഇവിടെ ഇനി എന്താവും വീൽ ചെയറിൻ്റെ അവസ്ഥയെന്ന് കണ്ടറിയണം. കാര്യം ഇവിടെ സ്റ്റാഫ്സൊക്കെ വളരെ കുറവാണ്. ഇവിടെ എനിക്ക് വീൽ ചെയർ ഒന്നും കിട്ടിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലഗേജ് എടുത്ത് വയ്ക്കാൻ ഒരു ട്രോളി എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് വേണം. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കയ്യിൽ പിന്നെ യൂറോ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ ഒരാൾക്ക് കൊടുത്ത് അയാളാണ് അയാളുടെ കാർഡ് വെച്ച് എനിക്ക് ഈ ട്രോളി എടുത്ത് തന്നത്. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷനായിരുന്നു. അതും കഴിഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ ആര്യയുടെ പപ്പ വന്നപ്പം പിന്നെ ആര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഇവിടെ നിന്ന് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിലാണ് പോകുന്നത്, IC ട്രെയിനിൽ. അതിനി 2 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. ഇത് ഞങ്ങൾ ഉടനെ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയില്ലല്ലോ എയർപോർട്ടിൽ എത്ര സമയം എടുക്കുമെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ലേറ്റായിട്ടുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തതാണ്.
ഇവിടെ നിന്ന് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. ആര്യയ്ക്കും കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു, ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. ഇപ്പോഴിതാ ട്രെയിൻ വരുന്നുണ്ട്. 1 മണിക്കൂർ ഈ ട്രെയിനിലിരിക്കണം. നല്ല വൃത്തിയും വെടിപ്പുമുള്ള ട്രെയിനാണ്. ഫ്ലൈറ്റിനേക്കാളും സുഖമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ. എത്ര ദൂരം വേണോ യാത്ര ചെയ്യാം. നമ്മൾ അറിയുകയേയില്ല, നമ്മുടെ ബോഡി ഒരല്പം പോലും കുലുങ്ങുകയില്ല. അത്രയ്ക്ക് സുഖമാണ് ഇവിടുത്തെ ഈ IC ട്രെയിൻ. തിരക്കൊട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് ആരി ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതുപോലെ ചെറിയ ചെറിയ കിയോസ്കുകൾ കാണാം. അവിടെ കോയിൻ ഇട്ടാൽ നമുക്ക് ബിയർ, അതുപോലെ കൊക്കക്കോള, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ IC ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേറൊരു ട്രെയിൻ കയറണം. അതൊരു ലോക്കൽ ട്രെയിനാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇതുപോലുള്ള കാഴ്ചകളാണ് കാണുന്നത്. പാട്ട് പാടുന്നവരും ഗിറ്റാറും വയലിനും ഒക്കെ വായിക്കുന്നവരെ നമുക്കിതുപോലുള്ള വഴികളിൽ കാണാം. എത്ര നന്നായാണ് അയാൾ വയലിൻ വായിക്കുന്നത്. ഞാനത് കുറച്ച് നേരം ആസ്വദിച്ച് നിന്നു. ഇവിടെയൊക്കെ വന്നാൽ എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്താലും നമുക്കൊരു ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടും ഒന്നും തന്നെ ഇല്ല. ഒട്ടും തന്നെ ഹ്യൂമിഡിറ്റിയും പൊടിയും അഴുക്കും ഒന്നുമില്ല. അതുകൊണ്ട് കുഞ്ഞിനായാലും ഒരു ക്ഷീണവും ഇല്ല. ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ വരാറായി. ഇതിലൊരു അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് ബസ്സും, അത് കഴിയുമ്പോൾ വീടെത്തും. ഇപ്പോൾ ഞങ്ങൾ ഈ ട്രെയിനിൽ. നിങ്ങൾക്ക് ഈ അമ്മാമ്മയുടെയും കൊച്ചുമോൻ്റെയും യാത്ര ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.